Hi everyone, this is me Casac Benjali, founder and CEO of businessboomonline.com. ഒരു പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു കൗണ്ടർ സെയിൽസ് സ്റ്റാഫ് ആണെങ്കിൽ, നിങ്ങളൊരു കൺസെപ്റ്റ് സെയിൽസ് സ്റ്റാഫ് ആണെങ്കിലും, നിങ്ങളൊരു ഡയറക്റ്റ് സെയിൽസ് സ്റ്റാഫ് ആണെങ്കിലും, നിങ്ങളൊരു ഐഡിയ സെയിൽസ് സ്റ്റാഫ് ആണെങ്കിലും, നിങ്ങളൊരു കൺസൾട്ടന്റ് ആണെങ്കിലും, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും, ഓൺട്രപ്രനർ ആണെങ്കിലും, whoever it is, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും വലിയ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. കസ്റ്റമർ സെയിൽ ക്ലോസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ വാങ്ങാൻ റെഡിയാണ് എന്നുള്ളത്, കസ്റ്റമറുടെ ബൈയിങ് സിഗ്നൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. 6 കാര്യങ്ങളിലൂടെ നമുക്ക് കസ്റ്റമറിന്റെ ബൈയിങ് സിഗ്നൽ മനസ്സിലാക്കാം. ബൈയിങ് സിഗ്നൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു ഗോ ടു ക്ലോസ് ദ സെയിൽ. കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് സെയിൽസ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ചില ആളുകളെങ്കിലും ചെയ്യാറുള്ളതാണ്. കസ്റ്റമർക്ക് ഓൾറെഡി അത് വേണം, ആ പ്രോഡക്റ്റ് വേണം, എനിക്കത് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളത് വിൽക്കാൻ റെഡിയല്ല. നിങ്ങൾ പിന്നെയും ഈ പ്രോഡക്റ്റിന് അതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോ, കസ്റ്റമർ ഡോണ്ട് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സ്പെസിഫിക്കേഷൻ. കസ്റ്റമർ ഇമോഷണൽ ആണ്. കസ്റ്റമർ ഇമോഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു നീഡ് ടു സെൽ ദ പ്രോഡക്റ്റ്. ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് പോവുകയാണ്. ഒമാൻ വഴിയാണ് എനിക്ക് പോകേണ്ടി വരുന്നത് ഡ്യൂ ടു ദ മെനി റീസൺസ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റിന്റെ സമയമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓൺ ദ വേ ആണ് മനസ്സിലാക്കിയത്, ഞാൻ കാഷ്വൽ ഷൂ ആണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിന് സാധാരണ ധരിക്കാൻ ഉപയോഗിക്കുന്ന എക്സിക്യൂട്ടീവ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഷൂ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതെനിക്ക് മിഡ് വേയിലാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, കാരണം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഷൂ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ടാക്സിക്കാരൻ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, കോയ് ബാത്ത് നെയ്യ്, ഒരു പാകിസ്ഥാനി ആയിരുന്നു, കോയ് ബാത്ത് നെയ്യ് മേക്കർത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ എന്ത് ചെയ്തു, ദുബായിൽ ഒരു ഷൂ ഷോപ്പിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ഞാൻ പെട്ടെന്ന് കയറി, ബൈസപ്പ് എനിക്കൊരു ഷൂ വേണമെന്ന് പറഞ്ഞു, പെട്ടെന്നൊരു ഫോർമൽ ഷൂ വേണം, ഷോ മീ സംതിങ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഷൂ കൊണ്ടുതരുന്നു, പിന്നെ ഒരു ഷൂ കൊണ്ടുതരുന്നു, പിന്നെ ഒരു ഷൂ കൊണ്ടുതരുന്നു. എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മാത്രമല്ല, എനിക്ക് അതിലൊരു ഷൂ ഇഷ്ടപ്പെട്ടു, എനിക്കിത് വാങ്ങണം, ഇനി വേണം. എനിക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് സെയിൽ ക്ലോസ് ചെയ്തിട്ട് എനിക്ക് സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് ടാക്സി പോകണം, കാരണം പുള്ളി വെയിറ്റിംഗില്ല, നല്ല കാശും വെയിറ്റിംഗ് ചാർജും വരും. അപ്പോൾ അതിനൊന്നും എനിക്ക് സമയമില്ല. എൻ്റെ ഫ്ലൈറ്റും ഏകദേശം ഡിലേ ആണ്. ഫ്ലൈറ്റിന് ഞാൻ ഡിലേ ആണ്, ഫ്ലൈറ്റ് ഡിലേ ഇല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോവേണ്ടതുണ്ട്. അപ്പോൾ ഇതെനിക്ക് തരാതെ പുള്ളി എനിക്ക് സെയിൽ ക്ലോസ് ചെയ്ത് എനിക്ക് എന്നെ അസിസ്റ്റ് ചെയ്യാതെ പിന്നെയും പുതിയ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരു 5-6 ഷൂ കൂടെ അയാൾ എന്ത് ഇട്ട് തന്നു. ഇത് നോക്കൂ സാർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ സാർ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, എനിക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേൾക്കാൻ നിൽക്കാതെ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് പുള്ളി അത് എടുക്കാൻ പോവുകയാണ്. അത് എടുക്കാൻ പോയി, എനിക്കാണെങ്കിൽ സമയമായി. ഞാൻ അവസാനം അത് ഇട്ടിട്ട് തിരിച്ചു വന്നു, ടാക്സി കയറി പോയി. പിന്നെ ഖത്തറിലെത്തിയതിൻ്റെ ശേഷമാണ് ഞാനൊരു ഫോർമൽ ഷൂ വാങ്ങിച്ചിട്ടാണ് പിന്നെ ട്രെയിനിങ്ങിന് പോകുന്നത്. കാരണം എന്താ, വെരി സിമ്പിൾ. ഞാൻ അത് വാങ്ങാൻ റെഡി ആയിരുന്നു. എൻ്റെ ബൈയിങ് സിഗ്നൽ എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇതിന് എത്രയാണ് പ്രൈസ് എന്ന് ഞാൻ പലവട്ടം അയാളോട് ചോദിച്ചു കഴിഞ്ഞു. എൻ്റെ ബൈയിങ് സിഗ്നൽ എല്ലാം കൊടുത്തിട്ടും ഹീ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് അയാൾ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുകയും പുതിയ സാധനങ്ങൾ കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയും വാങ്ങാൻ വെച്ച് ഞാനത് വാങ്ങാതെ പോവുകയും ചെയ്തു. നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കസ്റ്റമർ ബൈയിങ് സിഗ്നൽ. ബൈയിങ് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്ക് അവിടെ നിങ്ങൾ പറയാൻ നിൽക്കരുത്, ഒരു കാര്യം നിങ്ങൾ അവിടെ ചോദിക്കാൻ നിൽക്കരുത്. ഗോ ആൻഡ് ക്ലോസ് ദ സെയിൽ. അപ്പോൾ എങ്ങനെ നമ്മൾ കസ്റ്റമർ ബൈയിങ്ങിന് റെഡിയാണെന്ന് നോക്കാം. നിങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ നടക്കും. ഒന്നാമത്തത്, ബൈ സിഗ്നൽ നമ്പർ 1, നോഡിങ് ദെയർ ഹെഡ്. ഓക്കെ I'll go for it. അല്ലെങ്കിലോ ടച്ചിങ് ദ മെർച്ചന്റ്. ഒന്ന്, തല ആട്ടുക, തല ഇങ്ങനെ അനുകൂലമായിട്ട് ആട്ടുക, അല്ലെങ്കിൽ ആ വാങ്ങാൻ വെച്ചിരിക്കുന്ന സാധനം പിടിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, സാധനം കൊള്ളാം, നല്ല സാധനമാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടിയിട്ട് ആ സാധനം തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, ഫീൽ ചെയ്യുക. ഇങ്ങനെയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കസ്റ്റമർ ഈസ് റെഡി ടു ബൈ. ഗോ ഫോർ ക്ലോസിങ്. കാരണം കസ്റ്റമർ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ യെസ്, ഓക്കെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങളെങ്ങനെ പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ തല കുലുക്കുന്നെങ്കിൽ പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറുടെ ആ മൂഡ് കളയാൻ നിൽക്കരുത്. ക്ലോസ് ദ സെയിൽ. അല്ലെങ്കിൽ കസ്റ്റമർ ഇതിങ്ങനെ എടുത്ത് നോക്കൊള്ളാം, ഇത് നല്ല ഫീൽ ഉണ്ടല്ലേ, ഒരു പോസിറ്റീവ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കണം. കാരണം പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ പല രീതിയിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവും. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ദ പോസിറ്റീവ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇങ്ങനെ നിങ്ങളെ കസ്റ്റമർ ബിഹേവ് ചെയ്യുന്നതിന് ഡെഫിനറ്റ്ലി ഈസ് ഇൻട്രസ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ്. ആൻഡ് കസ്റ്റമർ ബൈയിങ് സിഗ്നൽ നമ്പർ 2,
കസ്റ്റമർ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ മെർച്ചൻഡൈസർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കസ്റ്റമർക്ക് ഒരു സെർട്ടൻ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് നോക്കാൻ കൊടുത്തു, അയാൾ അത് ഇഷ്ടപ്പെട്ടു, ഫിറ്റിങ്സ് കറക്റ്റാണ്. എന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, ഇതിൻ്റെ ഗ്രീൻ ഉണ്ടോ? ഗ്രീൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഫിറ്റാണ്, ഇതിൻ്റെ ബ്രാൻഡ് എല്ലാം അയാൾക്ക് ഇഷ്ടപ്പെട്ടു, ക്ലോത്ത് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഗ്രീൻ ഉണ്ടെങ്കിൽ ഈസ് റെഡി ടു ക്ലോസ്. അവിടെ പിന്നെ നിങ്ങൾ ഞങ്ങളതിൽ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട് എന്ന് പറയാൻ നിൽക്കരുത്. ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീന് കൊടുക്കുക, ബില്ല് ചെയ്യാൻ പോകുക, ക്ലോസ് ചെയ്യുക. ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളതിൽ ഈ ടി വിയുടെ ഇതിൻ്റെ സ്മാർട്ട് ടി വി ഉണ്ടോ, ഇതിൻ്റെ സെയിം സാധനം സെയിം സൈസിൽ സ്മാർട്ട് ടി വി ഉണ്ടോ? യെസ്, വി ഹാവ് ഇറ്റ്, ക്ലോസ് ഇറ്റ്. കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആ കസ്റ്റമർ ആ പ്രോഡക്റ്റിൽ, ആ ബ്രാൻഡിൽ, ആ മെറ്റീരിയൽ അത് ഇഷ്ടപ്പെട്ട് ഓൾറെഡി കഴിഞ്ഞു, അയാളുടെ ഒരു ബേസിക് ചെറിയൊരു കൺസേൺ ഉണ്ട്, അതും കൂടെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് റെഡി ടു ബൈ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇത് നിങ്ങൾ കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അയ്യോ ഞങ്ങൾക്ക് വേറെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനോ പോകരുത്. ക്ലോസ് ദ സെയിൽ. പിന്നെയോ പൊസസീവ് സ്റ്റേറ്റ്മെന്റ് പറയുക. കസ്റ്റമർ നിങ്ങളിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദേ യൂസ് പൊസസീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കസ്റ്റമർ പറയുകയാണ് ഇത് അവിടെ ഇട്ട കൊള്ളായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പിലാണ്, അപ്പോൾ ഫർണിച്ചർ ഇങ്ങനെ സോഫയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ പറയണം പരസ്പരം അങ്ങോട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് പറയാം ഇത് നമ്മുടെ ഡൈനിങ് ഹാളിൽ ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും അല്ലേ. ബിക്കോസ് പൊസസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ദേ ഓൾറെഡി ഓൺ ഇറ്റ്, ദേ ഓൾറെഡി ബൈ ഇറ്റ്. കാരണം അവർ ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞു, ഇമോഷണലി അവരത് വാങ്ങിച്ചു കഴിഞ്ഞു, ബൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കുകയാണ് ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ദേ റെഡി ടു ബൈ. യെസ് സർ. അവിടെ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്, അവർ ഇമോഷണൽ പിക്ചറിലേക്ക് കൊണ്ടുപോവുക, അത് ക്ലോസ് ചെയ്യുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത സെയിൽ നഷ്ടപ്പെടുത്താൻ പോകരുത്. പിന്നെയോ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കസ്റ്റമറോട് വെൻ യു പ്രോസ്പെക്ട് ആസ്കിങ് അബൌട്ട് പ്രൈസ്. നിങ്ങളുടെ പ്രോസ്പെക്ട് പ്രൈസ് ചോദിക്കുക. പ്രൈസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ജനറലാണ്, രണ്ട് രീതിയിൽ ചോദിക്കുക. ഇതിന് എത്ര പ്രൈസ്, ഇതിന് എത്ര വിലയാ, ഇത് എത്ര വിലക്ക് കൊടുക്കും, ഇതിന് എത്ര വില, അതിൻ്റെ അർത്ഥം എന്താ, ഇസ് നോട്ട് റെഡി. ആ പ്രൈസ് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകാനാണെന്ന്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് പ്രൈസ് ചോദിക്കുന്നത് ഇതിന് ലാസ്റ്റ് എത്രയാണ്, ഇത് ലാസ്റ്റ് എനിക്ക് എത്ര കിട്ടും, അതിനർത്ഥം ബാക്കി എല്ലാ രീതിയിലും അയാൾ ഓക്കെ ആയിട്ടുണ്ട്, ഇനി പ്രൈസ് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെഡിയാണെന്നല്ല, ലാസ്റ്റ് പ്രൈസ്. അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻ്റ് ഉണ്ടോ, അതിനർത്ഥം അയാളെല്ലാം ഓക്കെയാണ്, പ്രൈസിലും ഓക്കെയാണ്, ബട്ട് ഈ ഡോണ്ട് ഹാവ് എ ലിക്വിഡ് ക്യാഷ്, അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് അയാളുടെ കയ്യിലില്ല. അപ്പോൾ എനിക്ക് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെങ്കിൽ ഐ എം റെഡി, അതാണ്. അല്ലെങ്കിൽ ഇതൊരു 10 എടുക്കുകയാണെങ്കിൽ, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? ഒരുപക്ഷെ അയാൾക്കത് കൂടുതൽ വേണ്ടി വരും, അപ്പം കൂടുതൽ വേണം, അതില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് എന്താണ്? ഈ രീതിയിൽ ചോദിക്കുമ്പോഴാണ്, പ്രൈസ് ചോദിക്കുമ്പോഴാണ് കസ്റ്റമർ റെഡിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിന് എത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് നോട്ട് റെഡി, അത് എപ്പോഴും അത് റെഡിയല്ല. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് ആവാം, EMI അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, ദിസ് ഈസ് വാട്ട്. ഓക്കെ. ഇനി ലാസ്റ്റ് ബൈയിങ് സിഗ്നൽ, 5ാമത്തെ ബൈയിങ് സിഗ്നൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ യു പ്രോസ്പെക്ട്സ് ആസ്കിങ് അബൌട്ട് ദ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ്. നിങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം ഇങ്ങനെ പ്രോസ്പെക്റ്റിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഈസ് ഇൻട്രസ്റ്റഡ് എവറിത്തിങ്. അത് ചോദിക്കുകയാണ് ഇത് എന്ന് തുടങ്ങാം. ഒരു സർവീസിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, ഇൻഷുറൻസ് ആവാം, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രസൻറ്റേഷനൊക്കെ പോകുന്ന സമയത്ത് കസ്റ്റമർ പറയും വെൻ യു ക്യാൻ സ്റ്റാർട്ട് ദ ട്രെയിനിങ്, വെൻ യു ക്യാൻ സ്റ്റാർട്ട് ഗിവിങ് ട്രെയിനിങ് ടു മൈ എക്സിക്യൂട്ടീവ്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിനർത്ഥം ഈസ് റെഡി, പുള്ളിക്ക് അത് വേണം. അപ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് ഈ രീതിയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ this is the point. No need to explain anything. Just give him a starting date and just explain him a few minutes about the processing details. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ പറയുക, ക്ലോസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഔട്ട്ലെറ്റിലാണ് പോയിട്ടുള്ളത്, ഓക്കെ ഇനി ഇത് ക്ലോസ് ചെയ്യാൻ എന്തിനാണ്, എത്രയാണ് പേയ്മെൻറ്റ്, എവിടെയാണ് പേയ്മെൻറ്റ് കൗണ്ടർ, അതാണ് ചോദിക്കുക. എവിടെയാണ് പേയ്മെൻറ്റ് കൗണ്ടർ, ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. അല്ലെങ്കിലോ നിങ്ങളിത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്, നിങ്ങളുടെ ഡെലിവറി എന്താണ്, നിങ്ങളുടെ ഹോം ഡെലിവറി ഉണ്ടോ, അതിനർത്ഥം എന്താ, ഈസ് റെഡി, ഇൻട്രസ്റ്റഡ്, ഡോണ്ട് എക്സ്പ്ലെയിൻ മോർ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേയ്മെൻറ്റിനെ കുറിച്ച്, സ്റ്റാർട്ടിംഗ് ഡേറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൗണ്ടർ എവിടെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഡെലിവറി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈസ് റെഡി. ദാറ്റ് ഈസ് എ ബൈയിങ് സിഗ്നൽ. സിഗ്നൽ നമ്പർ 5. ഇനി സിഗ്നൽ നമ്പർ 6, ദ ലാസ്റ്റ് സിഗ്നൽ നമ്പർ. കസ്റ്റമേഴ്സ് നിങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെയാണ്, പക്ഷേ റിസ്ക് ഫാക്ടർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കസ്റ്റമർ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വാറണ്ടി എങ്ങനെയാണ്, ഇതിൻ്റെ വാറണ്ടി പീരീഡ് എങ്ങനെയാണ്,
അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഹൗ കാൻ ഐ മേക്ക് എ കോൾ, ഹൗ കാൻ ഐ ബുക്ക് മൈ ആഫ്റ്റർ സെയിൽ സർവീസ്. ദാറ്റ്സ് ഇറ്റ്. That's the moment he is interested. Everything is okay. ഈ കാര്യം കൂടെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെയിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ കസ്റ്റമറുടെ ബൈയിങ് സിഗ്നൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ, ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ ബൈയിങ് സിഗ്നൽ, യു ആർ നോട്ട് ഗോയിങ് ടു ബി എ ബെസ്റ്റ് ക്ലോസർ. കസ്റ്റമർ വാങ്ങാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം, സെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങളുടെ സെയിൽസ് ടീമിന് ഇതുപോലെ പുതിയ സ്ട്രാറ്റജികളായിട്ടുള്ള വിന്നിങ് സെയിൽസ് ടീമാക്കി നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സെയിൽസ് ടീമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ, ഓപ്പറേഷണൽ സ്റ്റാഫിനെ ഒരു സൂപ്പർ പ്രൊഡക്ടിവിറ്റിയുള്ള, ഹാപ്പി ആയിട്ടുള്ള, ഹൈ എനർജിക് ആയിട്ടുള്ള എന്ത് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ടൈമിനകത്ത് ചെയ്തു തീർക്കാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ടീമിനെ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ് സ്ട്രാറ്റജി അറിയാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യും, എങ്ങനെ അതിനെ സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാം, എങ്ങനെ മാർക്കറ്റിൽ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൈസ് കുറയ്ക്കാതെ തന്നെ എങ്ങനെ കൂടുതൽ വോള്യൂം കൂട്ടാം, അതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെ വിജയിക്കാം, എങ്ങനെ ഒരു ബ്ലൂ ഓഷൻ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫിനാൻഷ്യൽ ഫ്ലോ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു വിന്നിംഗ് ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം തുടങ്ങിയ ബിസിനസ്സിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡൽ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് A to Z പഠിപ്പിച്ച് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, എത്ര ലോസ് മേക്കിംഗ് കമ്പനി ആണെങ്കിലും ഞങ്ങൾ അതിൻ്റെ 4 ഇരട്ടി പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാക്കി മാറ്റാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ സഹായിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സെയിൽസ് ടീമിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയ്ക്ക്, നിങ്ങളുടെ സഹകരണത്തിന്, ഇതുവരെ എന്നെ കൂടെ നിന്നിന് വിജയിപ്പിച്ചതിനെല്ലാം ഒരുപാട് നന്ദി. ഞാൻ കസാക് ബെഞ്ചാലി.